എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളിലേഖ്യമാണ്. ഉള്ളിലേഖ്യം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും തലമുടി കൊഴിച്ചിലും കണ്ണിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീര സൗന്ദര്യം കൂട്ടാനും സൗന്ദര്യം നിലനിർത്താനും വളരെ ഉത്തമമായ ഈ ഒരു ഉള്ളിലേഖ്യം ഈ ഒരു ഉള്ളിക്ക് വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഉണ്ടാക്കി വീടുകളിൽ സൂക്ഷിക്കണേ. ഇത് കഴിക്കേണ്ട വിധം എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും ഓരോ സ്പൂൺ വീതമാണ് ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിലേഖ്യം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉള്ളിലേഖ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് ഉള്ളി തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഉള്ളി വേവിക്കുന്നതോടൊപ്പം തന്നെ 25 ഈത്തപ്പഴം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഉള്ളി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു നാളികേരം തിരുമ്മി നമുക്ക് 1-ാം പാലും 2-ാം പാലും ഒന്ന് പിഴിഞ്ഞെടുക്കണം. കൂടാതെ നമുക്ക് 1/2 കിലോ കരിപ്പെട്ടി ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് വെക്കണം. കണ്ടോ, 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ഉരുക്കിയെടുക്കാനും പോകുന്നത്. 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ വെള്ളം, ഇത്രയും വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഉരുക്കാനെടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി ഒരു 3 വിസിലിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇളക്കി നോക്കാം. അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുക്കണം. ഒരു പിടി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും കുക്കർ മൂടി 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉള്ളി ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഉടച്ചെടുക്കണം. ഉള്ളി വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം മുഴുവനും തന്നെ ഒന്ന് വറ്റി ഇതെല്ലാം ഒന്ന് അലിഞ്ഞു വരണം. ഉള്ളിയിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-ാം പാലാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2-ാം പാല് 1/2 ലിറ്റർ അളവാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം ചേർക്കാനായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ലേഖ്യം തയ്യാറാക്കി എടുക്കാനുള്ള സമയവും കൂടുതലായി വരും. ഇപ്പോൾ ഉള്ളിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായാൽ പിന്നെ നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ഒഴിക്കുവാണ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ പിഴിയുവാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നാളികേരപ്പാലിൽ കിടന്ന് ഉള്ളി നല്ലതുപോലെ വെന്ത് ഒന്ന് കുറുകിയ പാകത്തിലേക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരം ചേർക്കാം. നമ്മൾ നേരത്തെ തന്നെ മധുരം ചേർക്കുവാണെങ്കിൽ ഈ ഒരു ഉള്ളിയൊന്നും വേവാതെ പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വരട്ടിയതിന് ശേഷം ശർക്കരപ്പാനി ചേർക്കുന്നത്. കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓവറായിട്ട് മധുരം ചേർക്കരുത്. ഇപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കൈയെടുക്കാതെ വേണം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തുള്ളി തിളച്ച് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ ഉള്ളിലേഖ്യത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നാളികേരപ്പാല് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള ചക്കരപ്പാനി ചേർക്കാം. ഈ ഒരു സമയത്ത് ഇതിന്റെ മധുരമൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. മധുരം നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ചക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ടും. ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് എടുത്തിട്ടുള്ള 1/2 കിലോ ശർക്കര ഇന്ന് ആവശ്യമായിട്ട് വരില്ല, കാരണം നല്ല മധുരം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 300 ഗ്രാം അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3/4 ഗ്ലാസോളം ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്ക് വരട്ടിയെടുക്കാനായിട്ട്. ആദ്യം 2 സ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കയ്യിലേക്ക് തെറിച്ച് വീഴുന്നത് കൊണ്ട് ഞാനിതുപോലെ ഒരു തുണി കയ്യിലേക്ക് കെട്ടിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 മില്ലി അളവിലാണ് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഇളക്കിയെടുക്കാനായിട്ട് അല്പം കട്ടിയായിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കട്ടിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ഒന്ന് പൊടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും, ഒരു 10 ഏലക്കയും, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ചുക്ക്, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു നുള്ള് ഉലുവ. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി വേണം പൊടിച്ചെടുക്കാനായിട്ട്. 1 പാൽ ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ തന്നെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ കുറച്ച് ചെയ്യാനും ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടി വരിക. നെയ്യ് കൂടുതൽ ഒഴിച്ച് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ലേഹ്യം പാകമായിട്ട് വരുമ്പോൾ ഇതുപോലെ തുള്ളി തിളച്ച് വരൽ കുറവായിട്ട് വരും. അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇപ്പോൾ നല്ലതുപോലെ തുള്ളി തിളച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇളക്കിയെടുക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്കും നല്ല പോലെ തന്നെ ഒന്ന് കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നുകൂടെ കട്ടിയായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മസാലകൾ പൊടിച്ച് ചേർക്കേണ്ടത്. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഫ്ലെയിം കൂട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ടും. ഇങ്ങനെ വറ്റി വരണ്ട് നിൽക്കുന്ന ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഞാനിവിടെ 5 സ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നെയ്യ് ആവശ്യമില്ലെങ്കിൽ നെയ്യുടെ അളവ് കുറക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കിതിലേക്ക് മധുരം അളവ് കുറച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ മധുരം കുറച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ച് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 300 ഗ്രാം ചക്കരപ്പാനി മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നെയ്യും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ വിരകി കട്ടിയാക്കുവാണ്. മസാലപ്പൊടികളും കൂടെ ചേർക്കാം. മസാലപ്പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങൾ നൽകുന്ന ഉള്ളി ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ആവശ്യമായ ഈ ഒരു ലേഹ്യം എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.